ഹലോ ഗൈസ്, നമുക്കൊന്ന് ഖത്തറിൽ പോയി വന്നാലോ? നിങ്ങൾ വിചാരിക്കണ്ടാവും ഞങ്ങൾക്ക് ഖത്തറിൽ എന്താ കാര്യം എന്നല്ലേ? ബാ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇന്നത്തെ ട്രാവലിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഞങ്ങൾ കുറേ പ്രാവശ്യം ഖത്തറിക്ക് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ട് അല്ലാതെ വേറൊരു എയർപോർട്ടിൽ നിന്ന് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പം ഖത്തറിൽ യുദ്ധമൊക്കെ ആയതുകൊണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഒന്നും എടുക്കണില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഞാനും അപ്പു മാത്രമാണ് കേട്ടോ പോണത്. ഖത്തർ എയർവേസിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനി ഞങ്ങളും ഖത്തറും തമ്മിലുള്ള ബന്ധം പറയാം. ആദ്യമായിട്ട് ഞങ്ങൾ ഖത്തർക്ക് പോണത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അമ്മയ്ക്ക് അവിടെ ജോലി കിട്ടിയിട്ട് അങ്ങനെ പോയതാണ്. പിന്നീട് അതിന് ശേഷം ഒരു 6ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഖത്തറിൽ തന്നെയാണ് പഠിച്ചത്. 6 കഴിഞ്ഞ് 7ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴേക്ക് വെറുതെ ഒന്ന് നാട്ടിലത്തെ സ്കൂളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഞാൻ നാട്ടിലാണ്. അനിയൻ എന്ന് പറയുമ്പോൾ അതായത് അപ്പു ഇപ്പോൾ നാട്ടിൽ 1 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഓൻ അവിടെ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഇപ്പോഴും ഖത്തറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ നേഴ്സും അച്ഛൻ ഫാർമസിസ്റ്റും ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ എല്ലാ വെക്കേഷനിലും ഖത്തർക്ക് പോകലുണ്ട്. ചില സമയം ക്രിസ്മസ് വെക്കേഷനും പോകലുണ്ട്. അല്ലാതെ എല്ലാ സമ്മർ വെക്കേഷനും ഞങ്ങൾ ഖത്തർക്ക് പോകലുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് നടക്കുന്ന സമയത്തൊക്കെ അച്ഛനും ലീവ് എടുത്ത് നാട്ടിലേക്കും വരലുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങളും ഖത്തറും തമ്മിലുള്ള ബന്ധം? അപ്പോൾ അതാ നമ്മൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മളിവിടെ ഖത്തറിൽ ലാൻഡ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇനിയും കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. വിഷുവിൻ്റെ അടുത്ത ദിവസം, അതായത് 16-ാം തീയതിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്. വിഷുവിൻ്റെ അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. കണി ഒരുക്കിയിട്ടും പിന്നെ രാവിലെ നേരത്തെ നീച്ചിട്ടുണ്ട് കണി കാണാനൊക്കെ. പിന്നെ പടക്കം പൊട്ടിച്ചിട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങളാരും ഉറങ്ങിയിട്ടൊന്നുമില്ല. സാധാരണ കണി കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നേരം കിടന്ന് ഉറങ്ങലുണ്ട്. പക്ഷേ 4:30-ക്ക് നീച്ചാൽ പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുള്ള് കിടന്നുറങ്ങിയിരുന്നു. ഇപ്രാവശ്യം അച്ഛനമ്മ ഞങ്ങളെ കൂട്ടാൻ വരെ കുറച്ച് ലേറ്റായി. ഞങ്ങളൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അച്ഛനമ്മയും വന്നു. പിന്നെ അത് ലഗേജൊക്കെ നേരെ കാറിൽ കയറ്റി വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വന്ന ഓരോ വിശേഷങ്ങളും നാട്ടിലത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ മുഴുവൻ ഖത്തറത്തെ വിശേഷങ്ങളാവും. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.